Good morning, everyone. Today we are going to learn from last class. So here I am sharing my screen. So you can look at the screen or you can look at your textbook also. So take page number 50 in your SS textbook. Page number 50. Yeah. Can we start? Sir. Okay. Sir. Right. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ പഠിച്ചത് ക്ലാസിഫിക്കേഷൻ, അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ ക്ലാസിഫിക്കേഷൻ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അത് 4 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. There are 4 classification that is land, labor, capital and organization. So we are going to look at land. അതാണ് നമ്മുടെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ, റൈറ്റ്? ഓക്കെ, വായിക്കുക. The term land as a factor of production is used in a broad sense. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ലാൻഡിനെ കൊടുത്തിട്ടുള്ളത് ഒരു എന്താ പറയുന്നത്, വളരെ വലിയൊരു അർത്ഥത്തിലാണ് കൊടുത്തിട്ടുള്ളത്. അല്ലാതെ ലാൻഡ് എന്ന് പറയുന്നത് ചെറിയൊരു ഭൂമി എന്ന് മാത്രമല്ല അർത്ഥം ഈ ഒരു കോണ്ടെക്സ്റ്റില്. അപ്പോൾ ലാൻഡിന്റെ പ്രാധാന്യം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. All natural resources used in the production process are implied in the term land. അതായത് വെറും ഭൂമി എന്ന് മാത്രമല്ല, all natural resources, എല്ലാ പ്രകൃതി വിഭവങ്ങളെയും നമ്മുടെ ഈ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന എല്ലാ നാച്ചുറൽ റിസോഴ്സസ്, അതിനെ എല്ലാം തന്നെ നമുക്ക് ലാൻഡ് എന്ന ടേമില് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നാച്ചുറൽ റിസോഴ്സസ് എന്തൊക്കെയായിരിക്കും? ജസ്റ്റ് നമ്മുടെ പിക്ചർ തന്നെ നോക്കിയിട്ട് പറഞ്ഞ് എന്തൊക്കെയായിരിക്കാം? എന്തൊക്കെയായിരിക്കും? അത് അൺമ്യൂട്ട്. തോട്ടം. ഷാനു അൺമ്യൂട്ട് ചെയ്തേ. Rain. റെയിൻ. Materials for എന്ത് മെറ്റീരിയൽ? jolly ചെയ്യുന്നു. ഓക്കെ. Plants. ഓക്കെ. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുമ്പോ നമുക്ക് നോക്കാൻ പറ്റുന്നത് ഇങ്ങനെയാ. ഇപ്പൊ എന്തൊക്കെ നാച്ചുറൽ റിസോഴ്സസ് നമുക്കിപ്പോ ഒരു കാര്യം, ഒരു കൃഷി ചെയ്യണം, അതിന് എന്തൊക്കെ നമുക്ക് ആവശ്യമായിട്ട് ഒരു കൃഷി ചെയ്യുകയാണെന്ന് വെക്കുക. നീ ഒരു പുതിയ കൃഷി തുടങ്ങണം. അങ്ങനെയാണെങ്കിൽ നമുക്കതിൽ എന്തൊക്കെയാ ആവശ്യം? കൃഷി ചെയ്യാനായിട്ട് എന്തൊക്കെയായിരിക്കും ആവശ്യം? Land. Water. അല്ല, വാട്ടർ. Materials. എന്ത് മെറ്റീരിയൽ? കൃഷി. അപ്പോ എന്തൊക്കെ ആവശ്യം വരും? ജ്യോതിക വീഡിയോ ഓൺ ആയിക്കെ, അൺമ്യൂട്ട് ചെയ്ത്. ഓക്കെ, എന്തൊക്കെ വേണ്ടി വരും? കൃഷി ചെയ്യണമെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ നമുക്ക് വേണ്ടി വരും? ഒരു ലാൻഡ്, പിന്നെ കൃഷി ചെയ്യാനുള്ള വിത്തുകള്, വെള്ളം. കറക്റ്റ്. പിന്നെന്തോന്ന്, പിന്നെ ഓക്കെ. അപ്പൊ നമുക്കവിടെ വേണ്ടി വരിക എന്ന് പറയുമ്പോൾ ശരിയാണ്, നമ്മൾ ലാൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് സോയിൽ വേണം, മെയിൻ ആണ്. അപ്പൊ ലാൻഡിനകത്ത് എന്തൊക്കെ വരും? അപ്പൊ നാച്ചുറൽ റിസോഴ്സസിൽ വരുന്നത് ഇപ്പോ ഈ ഒരു സോയിൽ എന്ന് പറയുന്നത് നമ്മൾ ആരെങ്കിലും ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നല്ല, അത് ഓൾറെഡി അവിടെ ഉള്ളതാ. അപ്പോ സോയിൽ, പിന്നെ അടുത്ത് വാട്ടർ, അത് ഇൻ ദ ഫോം ഓഫ് മേ ബി റെയിൻ ഓർ എനി അതർ ഇറിഗേഷൻ പ്രോസസ് ഓർ എനിത്തിങ്. സോ നമുക്ക് റിവറിൽ നിന്നാവാം. അപ്പോ അതിൽ നിന്നെല്ലാം നമുക്ക് വാട്ടർ കിട്ടണം. പിന്നെ അതുപോലുള്ള ഫാക്ടേഴ്സ് നമുക്കിപ്പോ വേറെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. ഇപ്പൊ ഈ ഒരു പടം നോക്കുകയാണെങ്കിൽ ഇതിലിപ്പോ ഫോറസ്റ്റ്, കാട്, അതൊക്കെ എന്ന് പറയുന്ന നാച്ചുറൽ റിസോഴ്സസിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇപ്പോ റിവർ, പോണ്ട്, ഇതൊക്കെ എന്ന് പറയുന്ന നാച്ചുറൽ റിസോഴ്സസിൽ വരുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതെല്ലാമാണ് നമുക്ക് ഈ ലാൻഡില് ഇത് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ,
All resources on earth are regarded as land. All resources on earth. ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ നമ്മുടെ ഭൂമിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാത്തതായിട്ട് ലാൻഡിൽ നമുക്ക് എന്തൊക്കെയാണ്, അതായത് ഭൂമിയിൽ ഓൾറെഡി എന്തൊക്കെയുണ്ടോ അതെല്ലാം നമുക്ക് എന്തായിട്ട് കാണാം, നമുക്ക് ലാൻഡ് എന്ന ഈ ഒരു കാറ്റഗറി, ഒരു ബ്രോഡർ കാറ്റഗറിയിൽ നമുക്ക് കാണാൻ പറ്റും. മനസ്സിലായോ? മനസ്സിലായോ? Yes, sir. Yes. ഓക്കെ, ബാക്കിയുള്ളവരെ സഞ്ജയ് പോയോ? മനസ്സിലായി സാർ. ആ, വീഡിയോ ഓൺ ആക്കി വെച്ചേ. വീഡിയോ ഓഫ് ആക്കണ്ടേ? ഓക്കെ ഓക്കെ. അപ്പോ അടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. വാട്ട് ഓൾ നാച്ചുറൽ റിസോഴ്സസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ലാൻഡ് ആസ് എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ? ട്രൈ ടു ലിസ്റ്റ്. എന്തൊക്കെ ഫാക്ടേഴ്സ്, അതായത് എന്തൊക്കെ നാച്ചുറൽ റിസോഴ്സസ് നമുക്ക് ഈ ലാൻഡ് എന്ന ഈ ഒരു കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും? എന്തൊക്കെയായിരിക്കും? എന്തൊക്കെയായിരിക്കും? ഇത് കൊടുത്തിട്ടുണ്ട്, വായിക്കും. Soil, water, ആ force, ആ air, cloth. കോൾ. അപ്പോ ഇവിടെ കൊടുത്തിട്ടുള്ളതാണ് സോയിൽ, വാട്ടർ, ഫോറസ്റ്റ്, അതായത് നമുക്ക് അടുത്ത ഇത് മണ്ണ്. നമ്മളിപ്പോ ഒരു കൃഷി എന്ന് പറയുക എന്താ? ആരോ എന്തോ പറഞ്ഞു. ഓക്കെ, വേറെ എന്തൊക്കെ നാച്ചുറൽ റിസോഴ്സസ്? ഇപ്പൊ നമുക്ക് ഇവിടെ സോയിൽ, വാട്ടർ, ഫോറസ്റ്റ്, എയർ, കോൾ, ഇതൊക്കെ എന്ന് പറയും. കോൾ എന്ന് പറയുന്നത് കൽക്കരി, അപ്പോ ഈ അല്ലെ ഖനികൾ. അപ്പൊ അതുപോലുള്ള നാച്ചുറൽ റിസോഴ്സസിൽ വരുന്ന കാര്യങ്ങൾ. അപ്പൊ വേറെ എന്തൊക്കെ നമുക്ക് നാച്ചുറൽ റിസോഴ്സ് എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യാൻ പറ്റും? ഷാരോൺ ഒരു എക്സാമ്പിൾ പറഞ്ഞു, വേറെ ഒരു നാച്ചുറൽ റിസോഴ്സ് ആയിട്ട് നമുക്ക് ഭൂമിയിൽ ഓൾറെഡി ഉള്ളത്, നമുക്ക് നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യാത്തതായിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസ്. അതിനെ നാച്ചുറൽ റിസോഴ്സ് ഓൾറെഡി ഉള്ളത്, അതിന് എന്ത് ഒരു എക്സാമ്പിൾ പറഞ്ഞേ? പറയേ. ഷാരോൺ പറയേ. ഷാരോൺ എന്തൊക്കെയായിരിക്കും? ഒരെണ്ണം ഇതിലുള്ളതല്ല, ഇതിലില്ലാത്തത്. എടാ വേഗം പറയേ. എന്താ? ആറ്റോ? ആറ്റെന്ന് വെച്ചാ കേട്ടില്ല. ഓ, കാറ്റ്. ഓക്കെ ഓക്കെ, കാറ്റ്, എയർ. ഓക്കെ ഓക്കെ, വിൻഡ്, കാറ്റ്. ഓക്കെ, അടുത്ത് സഞ്ജയ് ഒരു എക്സാമ്പിൾ പറഞ്ഞേ. സൺലൈറ്റ്. സൺലൈറ്റ്. ഓക്കെ, അടുത്ത് ആരൊരു എക്സാമ്പിൾ പറഞ്ഞു? ജ്യോതിക ഒരു എക്സാമ്പിൾ പറഞ്ഞു. ആലോചിച്ച് നോക്ക്, ഒരു എക്സാമ്പിൾ കിട്ടും. നമുക്ക് നോക്ക്, ജസ്റ്റ് ആലോചിച്ച് നോക്ക്. ഇപ്പോ നമ്മുടെ ഭൂമിയിൽ ഓൾറെഡി ഉണ്ട്, നമ്മളത് ക്രിയേറ്റ് ചെയ്തതല്ല. അങ്ങനെ ആയിട്ടുള്ള ഒരു സാധനത്തിന്റെ പേര് പറഞ്ഞാൽ മതി. ഇതിപ്പോ ഇവിടെ സോയിൽ, വാട്ടർ, ഫോറസ്റ്റ്, എയർ, കോൾ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. വേറെ എന്തൊക്കെ വരും? കിട്ടുന്നില്ല? ഓക്കെ, ഷാനു പെട്രോൾ. ഏതാ? പെട്രോൾ. പെട്രോളോ?
പെട്രോൾ നാച്ചുറൽ റിസോഴ്സ് നമ്മൾ എന്താണ് പറയുന്നത്? അത് ഒരു പ്രോസസ്. അതിനല്ലേ നമുക്ക് കോളും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പെട്രോൾ ഒക്കെ കിട്ടുന്നത്. ഓക്കെ, അല്ലാതെ നാച്ചുറൽ റിസോഴ്സസ് വേറെ എന്തൊക്കെ വരും? ദിയ, ഗോൾഡ്. ഗോൾഡ്. അതും ഇതൊക്കെ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് വരുന്നല്ലേ, പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം. അല്ലാതെ നമുക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നാച്ചുറൽ റിസോഴ്സ് ആയിട്ട് കുറച്ച് സാധനങ്ങൾ കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് നോക്കിട്ടോ. ട്രീസ് നമുക്ക് ഇവിടെ ഫോറസ്റ്റിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റും. ഇപ്പൊ ട്രീസ് ശരിയാണ്, കറക്റ്റ് ആൻസർ ആണ്. അപ്പൊ അത് നമുക്ക് ഫോറസ്റ്റിനകത്ത് ഉൾപ്പെടുത്താം, ട്രീസും കാര്യങ്ങളും എല്ലാം. വേറെ ഏത് വരും? ഓക്കെ, ഞാൻ പറയാം. ഇപ്പൊ നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. മൗണ്ടൻ അതെന്ന് പറയുന്നത് നാച്ചുറലി ഉള്ളതല്ലേ, നമുക്കാരും അത് നമ്മളാരും ക്രിയേറ്റ് ചെയ്തല്ലോ, ഓൾറെഡി അതില് ഉള്ളതാ. അതുപോലെ തന്നെ ഓഷ്യൻ, കടലും നമ്മളാരും ക്രിയേറ്റ് ചെയ്തല്ലോ, ഓൾറെഡി അവിടെ ഉള്ളത്. അപ്പൊ ഇതേപോലുള്ള കുറെ എക്സാമ്പിൾ ഉണ്ട്, അത് നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത. Discuss the features of land as a factor of production based on the indicators given below. Which are the natural resources included in land as a factor of production? അപ്പോ ഏതൊക്കെ നാച്ചുറൽ റിസോഴ്സസ് ആണ് ഇൻ ലാൻഡ് ആസ് എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ എന്തൊക്കെയാണ് നമുക്കിവിടെ ഈ ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ, ഈ ഒരു ലാൻഡ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷനിൽ എന്തൊക്കെയാണ് കാണാൻ പറ്റുക, അതാണ് നമ്മളിവിടെ നോക്കിയത്. ഇപ്പൊ സോയിൽ, വാട്ടർ, ഫോറസ്റ്റ് ഇതെല്ലാം വരുന്നത്. അടുത്ത്, can we increase the area of land in accordance with our requirement? അപ്പൊ നമുക്ക് ലാൻഡിന്റെ ആ ഒരു ഏരിയ അല്ലെങ്കിൽ ലാൻഡിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പ്രൊഡക്ഷൻ എന്നല്ല, അല്ലെ ലാൻഡ് എന്ന് പറയുന്ന ആ ഒരു ബ്രോഡർ കൺസെപ്റ്റ്, ഇതെല്ലാം വരുന്നത്. അതിനെ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഷാനു? കേക്കാൻ പറ്റിയില്ല. ഓക്കെ, അതായത് നമ്മുടെ കൺവീനിയൻസ്, അതായത് നമ്മുടെ ആവശ്യാനുസരണം ഈ ലാൻഡ് എന്ന് പറയുന്ന ഈ ബോർഡർ കൺസെപ്റ്റ്, അതായത് ഈ സോയിൽ, വാട്ടർ, ഓഷൻ, എയർ, ഇതിനെല്ലാം നമുക്ക് ആവശ്യാനുസരണം ഇൻക്രീസ് ചെയ്യിക്കാൻ പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ടാ? ബിക്കോസ് ഇതൊരു നാച്ചുറൽ റിസോഴ്സ് ആണ്. അപ്പൊ നാച്ചുറൽ എന്ന് കിട്ടുന്നത് മാത്രമേ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതില് നമുക്ക് ആസ് എ ഹ്യൂമൻ നമുക്ക് വി കനോട്ട് ഡു എനിത്തിങ്. ഓക്കെ, അടുത്തത്, ക്യാൻ വി എൻഹാൻസ് ദ ഫെർട്ടിലിറ്റി ഓഫ് ലാൻഡ്? ഇഫ് സോ, ഹൗ? നമുക്ക് ഈ ലാൻഡിന്റെ ഫെർട്ടിലിറ്റി നമുക്ക് കൂട്ടാൻ പറ്റുമോ? എങ്ങനെ കൂട്ടാം? അതായത് നമുക്ക് ഫെർട്ടിലിറ്റി കൂട്ടാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ഇറിഗേഷൻ, ഫെർട്ടിലൈസേഷൻ, ഇതല്ല, നമ്മൾ പ്രോപ്പർ വളവും കൊടുത്ത് വെള്ളവും കൊടുത്ത് അത് ഒരു പ്രോപ്പർ മണ്ണ് കൃഷിയൊക്കെ ചെയ്ത് നന്നായിട്ട് കിളച്ചിട്ട് ഒരു പ്രോപ്പർ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞ ഒരു ഇപ്പൊ സോയിൽ ആയാൽ പോലും അതിന്റെ ഫെർട്ടിലിറ്റി നമുക്ക് കൂട്ടാൻ പറ്റും. അത് നമ്മൾ എങ്ങനെ കെയർ ചെയ്യും, നമ്മൾ കൊടുക്കുന്ന കെയറിനനുസരിച്ച് നമുക്ക് അതിനെ മാറ്റാൻ പറ്റും. ഓക്കെ, can we shift land from one place to another? നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു ലാൻഡിനെ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? No. Right. All the factors involved in the production process get rewards. Land as a factor of production gets rent as its reward. അപ്പോ ഈ ലാൻഡ് എന്ന് പറയുമ്പോൾ ലാൻഡ് ഇപ്പോ എന്ത് ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ, അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ത് തന്നെയായാലും ആ പ്രോസസ്സിന് നമുക്ക് തിരിച്ച് റിട്ടേൺ കിട്ടും, ഒരു റിവാർഡ് കിട്ടും. എന്തായിരിക്കും ആ റിവാർഡ് എന്ന് പറയുന്നത്? ലാൻഡ് ആസ് എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഗെറ്റ്സ് റെന്റ് ആസ് ഇറ്റ്സ് റിവാർഡ്. നമുക്ക് അതിന് റെന്റ്, അതായത് വാടക,
അല്ലെ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത് എന്തായിരിക്കും? ആ ഒരു റെന്റ് ആയിരിക്കും നമുക്കതിൽ റിവാർഡ് ആയിട്ട് കിട്ടുക. മനസ്സിലായോ ഈ ഒരു ലാൻഡ് എന്ന് പറയുന്നത്? ഓക്കെ, എന്താണ് ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? No. അപ്പൊ നമുക്ക് അടുത്തതിലോട്ട് പോകാം. ലേബർ. നമ്മളിപ്പോ ഫസ്റ്റ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഏതാ പഠിച്ചേ? ലാൻഡ്. അപ്പൊ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ലേബർ. ലേബർ. ഓക്കെ, എന്ത് പറ്റി ഷാരോൺ? Okay. Labor is an active factor in the production of a product. അതായത് ലേബർ എന്ന് പറയുന്നതും നമ്മുടെ ഈ ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ട്, അപ്പോൾ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് ലേബർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തൊഴിൽ, അല്ലെങ്കിൽ തൊഴിലാളികൾ. The laborers use their manpower in the production process. Laborers, ലേബർ എന്ന് പറയുമ്പോൾ തൊഴിൽ, ലേബറേഴ്സ് എന്ന് പറയുമ്പോൾ തൊഴിലാളികൾ യൂസ് ദെയർ മാൻ പവർ, അവരുടെ കരുത്ത് അല്ലെങ്കിൽ അവരുടെ ശക്തി ഈ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ അവരെ ഉപയോഗിക്കും. ശക്തി എന്ന് പറയുമ്പോൾ അധ്വാന ശേഷിയാണ് കേട്ടോ. മാൻ പവർ, അവർക്ക് അധ്വാനിക്കാനുള്ള ആ ഒരു കഴിവ് ആ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നമ്മൾ യൂസ് ചെയ്യും. We can see how the laborer use their manpower if you visit a coir production unit. അത് 4.4 ഇപ്പൊ കയർ പ്രൊഡക്ഷൻ, കയർ എന്ന് വെച്ചാൽ കയറാണ് കേട്ടോ. നമ്മുടെ കയർ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഇപ്പോ ഈ ഒരു പിക്ചർ നോക്കിക്കേ, ഈ ഒരു പിക്ചർ ഉണ്ടല്ലേ, അവരെങ്ങനെയൊക്കെയാണ്, ആരൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് കഷ്ടപ്പെടുന്നത് എന്നുള്ള കാര്യം, അവരുടെ ആ ഒരു മാൻ പവർ. ഇപ്പൊ ഫസ്റ്റത്തെ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം അവര് അതിനെ വെള്ളത്തിലിട്ട് ക്ലിയർ ആക്കും, അത് കഴിഞ്ഞിട്ട് ആ ഒരു ചകിരിയെ ഫുള്ളായിട്ട് പിന്നെ എടുത്ത് ക്ലിയർ ആക്കും. ഇപ്പോ അവര് തൊണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആള് കയറി തേങ്ങ അടക്കണം, എന്നാൽ മാത്രമേ തൊണ്ട് കിട്ടത്തുള്ളൂ, തേങ്ങ കിട്ടത്തുള്ളൂ, അതിലെന്നേ തൊണ്ട് കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് അതിനെ അടിച്ച് ക്ലിയർ ആക്കുക, ഓരോ മെഷീനിൽ കൂടെയും ഓരോ പ്രോസസ്സിൽ കൂടെയും ഒക്കെ അതിനെ കൊണ്ടുപോകും. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു കയർ എന്ന് പറയുന്ന ഈ ഒരു ഉൽപ്പന്നം നമുക്ക് അവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ നോക്കിയാ, അപ്പോ ഈ ഒരു കോക്കനട്ട് ഈ ഒരു കയർ പ്രോസസ്സില് നമുക്ക് എങ്ങനെയാണ് ഇവിടെ ഒരു പ്രോസസ് ചെയ്യുന്നത് എന്ന് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് നോക്കാം. To make coconut fiber suitable for coir manufacturing. ആദ്യം എന്താ ചെയ്യുക? ഈ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഈ ഒരു കോക്കനട്ട് ഫൈബർ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ അതെങ്ങനെയാ? അപ്പോ ഈ ചകിരി, ഈ തൊണ്ടിൽ നിന്ന് ചകിരി എടുത്ത് അതിനെ ക്ലിയർ ആക്കി വെക്കുക. ടു ഡൈ സ്യൂട്ടബിളി, അതായത് അതില് ആവശ്യം കളറും കാര്യങ്ങളും, നമുക്ക് ഈ തൊണ്ടിന്റെ കളർ അതേ കളർ ചിലപ്പോ കളർക്ക് ആവശ്യമായിട്ട് വരും. ഇപ്പോ ഈ കറക്റ്റ് ആ ഒരു ചുവപ്പ് കളർ നമുക്ക് കയർ അറിയത്തില്ല, അതിന് കിട്ടുന്ന കളർ എന്ന് പറയുന്നത് ചുവപ്പ് കളർ, അല്ലെങ്കിൽ ആ ഒരു മഞ്ഞ ചുവപ്പ് കലർന്ന കളർ. അപ്പൊ ആ ഒരു കളർ പ്രോപ്പറായിട്ട് ചേർക്കുക, അതാണ് ടു ഡൈ സ്യൂട്ടബിളി. അത് കറക്റ്റ് കളറും കാര്യങ്ങളും എല്ലാം ചേർക്കുക. എന്നിട്ട് ടു ഓപ്പറേറ്റ് ദ മെഷീനറി, അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാ യന്ത്രങ്ങളെ പ്രവർത്തിപ്പിക്കുക പ്രോപ്പറായിട്ട്. ഫോർ പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ, അപ്പോ അത് കഴിഞ്ഞിട്ട് ഈ ഇതെല്ലാം ചെയ്തതിന് ശേഷം ഈ പ്രൊഡക്റ്റ് വിതരണം ചെയ്യാനായിട്ട്, ആൾക്കാരിൽ എത്തിക്കാനായിട്ട്, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യുക, ഇതെല്ലാം ചെയ്യാനായിട്ട് എന്ത് യൂസ് ചെയ്യും? നമ്മുടെ ഈ ഒരു എന്താ യൂസ് ചെയ്യുന്നേ? ഇതൊക്കെ ചെയ്യുന്ന എങ്ങനെയാ ചെയ്യുന്നേ? എന്തുകൊണ്ടാ ചെയ്യുന്നേ? അൺമ്യൂട്ട് ചെയ്തേ സഞ്ജയ്. കൈ കൊണ്ട്. സഞ്ജയ് എന്താ പറഞ്ഞേ? അൺമ്യൂട്ട്. കയർ മാനുഫാക്ചറിംഗ് ആണ്, പക്ഷെ അത് എന്തുകൊണ്ടാ ചെയ്യുന്നത്? അത് എങ്ങനെയാ ചെയ്യുന്നത്? എന്താ മെഷീനറി ആണോ? ഇതിപ്പോ ഇതൊക്കെ നമുക്ക് ഏതൊരു കാറ്റഗറിയിലാണ് നമുക്ക് ഇതിനെ പെടുത്താൻ പറ്റുന്നത്? നമ്മളിപ്പോ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ലേബർ എന്ന് വെച്ചാൽ എന്താ? അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനില് ഒന്ന് ആണല്ലോ. അപ്പോ ഈ ഒരു പ്രൊഡക്ഷന് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ആ ഒരു ലേബർ,
അപ്പോൾ ലേബർ എന്ന് പറയുമ്പോൾ ആ ഒരു മാൻ പവർ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ ഇതില് നോക്കുന്നത്. അപ്പോൾ ഇതൊരു എക്സാമ്പിൾ, ഒരു കയർ ഫാക്ടറി എന്ന് പറയുന്നത് അതൊരു എക്സാമ്പിൾ ആണ്. അപ്പൊ അതിൽ എങ്ങനെയൊക്കെയാ, എവിടെയൊക്കെ ആൾക്കാർ യൂസ് ചെയ്യുന്നു, എന്തിനൊക്കെ ആ ഒരു മാൻ പവർ യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇതില് കൊടുത്തിട്ടുള്ളത്. കേട്ടോ, മനസ്സിലായോ? ഓക്കെ, അടുത്ത് ഓക്കെ, ആൽഫിൻ ലേറ്റ് ആയി. ആൽഫിൻ സാർ എനിക്ക് ലേറ്റ് ആയോ? എനിക്ക് ലേറ്റ് ആയ സാർ, നെറ്റ്വർക്ക് ഇഷ്യൂ കുറെ നേരമായിട്ട് ട്രൈ ചെയ്യാണ്. അയ്യോ, കുഴപ്പമില്ല കുഴപ്പമില്ല. ഞാൻ ഈ രാവിലെ ക്ലാസ് വെച്ചാൽ നിങ്ങൾക്ക് നെറ്റ്വർക്ക് കൂടുതൽ നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാ കേട്ടോ. എന്തായാലും സാരമില്ല. അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ലാൻഡ് പഠിച്ചു, ലേബർ പഠിച്ചു. ലാൻഡ് എന്ന് പറയുന്നത് എന്താ ജ്യോതിക? സാർ ഒന്നുകൂടെ പറയോ? ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ലാൻഡ് നിരപ്പ് സ്ഥലം. സ്ഥലമൊന്നും മാത്രമല്ല, നമ്മൾ വേറൊരു കാര്യം കൂടെ പഠിച്ചു. വീഡിയോ ഓണാക്കി. ഓക്കെ, ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഭൂമി. ഭൂമി. അതിൽ എന്തൊക്കെ പെടും? ഫോറസ്റ്റ് എല്ലാം. അപ്പൊ ഇതിനെല്ലാം കൂടെ ചേർത്ത് എന്ത് പറയാൻ പറ്റും നമുക്ക്? എല്ലാം കൂടെ ചേർത്ത് എന്ത് പറയാം ഷാരോൺ? എന്ത് പറയാം? ഭൂമി എന്ന് തന്നെ. പക്ഷെ ഇതിനെല്ലാം കൂടെ ചേർത്ത് ഭൂമിക്ക് ഒരു എന്തൊക്കെ ചേർന്നാണ് ആ ഒരു ഭൂമി, ആ ഒരു ലാൻഡ് എന്ന് പറയുന്ന ഫാക്ടർ ഉണ്ടാവുന്നത്? അതൊക്കെ അതിന്റെ ആ ഒരു ഫാക്ടേഴ്സ് ആണ്. കൃഷി എന്നല്ല, നമ്മളൊരു വേർഡ് പഠിച്ചോ, നാച്ചുറൽ റിസോഴ്സസ് എന്ന് പഠിച്ചോ? അതാണ്, അത്തരത്തിലുള്ള ആ ഒരു പ്രോപ്പർ വേർഡ്സ് അവിടെ ആഡ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു വരുമ്പോഴേ അർത്ഥം മാറിപ്പോവും കേട്ടോ. അപ്പൊ ലാൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണ്. നിങ്ങൾ അതിൽ ആ ഒരു നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്ന ആ ഒരു വാക്ക് ആഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. മനസ്സിലായോ? അപ്പോ നമ്മൾ ഇപ്പോഴും നോക്കേണ്ട അതിന്റെ ആ ഒരു പ്രോപ്പർ വേർഡ് എന്താ, അല്ലെങ്കിൽ എന്തൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അതിനൊരു പ്രോപ്പർ ആയിട്ട് ഒരു മീനിങ് ആക്കണമെങ്കിൽ എന്തൊക്കെ ചേർക്കാം. മറ്റേതെന്ന് പറയുന്നത് നമുക്ക് ഇത് ഇപ്പോ ലാൻഡ് എന്ന് പറയുമ്പോ എയർ, വാട്ടർ, ഇതെല്ലാം ശരി തന്നെയാണ്. അതൊക്കെ അതിന്റെ എക്സാമ്പിൾസ് ആ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ്. പക്ഷെ നമ്മൾ എന്നാലും ആ ഒരു പ്രോപ്പർ പോയിന്റിൽ എത്താതെ നമുക്ക് വെറുതെ ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും ആ ആൻസറിൽ. ഒരു പ്രോപ്പർ ആൻസർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഇതെന്ന് പറയുന്നത് നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നതിനാണ് ലാൻഡ്. നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്ന ആ ഒരു ബ്രോഡർ കാറ്റഗറിയെ ആണ് ലാൻഡ് എന്ന് നമ്മൾ പറയുമ്പോൾ അപ്പൊ തന്നെ നിങ്ങൾക്ക് അവിടെ കാര്യം അറിയാമെന്ന് മനസ്സിലാവും. നിങ്ങൾക്ക് 50% മാർക്ക്, അതായത് ഇപ്പൊ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അല്ല 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 2 മാർക്ക് അവിടെ ഉടനെ കിട്ടും. മനസ്സിലായോ? അത് കഴിഞ്ഞതിന് ശേഷമേ നിങ്ങൾക്ക് ബാക്കി ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യമുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് അതിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുക, ഇങ്ങനെ എന്തൊക്കെ അതിൽ ആഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. കേട്ടോ? അപ്പോ അത് ഓർക്കുക. അടുത്ത് അപ്പൊ അത് ഫസ്റ്റ് ഫാക്ടർ. അത് രണ്ടാമത്തേതിൽ എന്താ പഠിക്കുന്നേ? നമ്മള് ലേബർ. ജ്യോതിക വീഡിയോ ഓണാക്കി വെച്ച് ഇടയ്ക്കിടയ്ക്ക് മുങ്ങുന്നുണ്ടോ ഡൗട്ട് ഉണ്ട്. ഇനി ഓഫ് ചെയ്യണ്ടേ കേട്ടോ. നെറ്റ്വർക്കിന് വേറെ ഇഷ്യൂ ഒന്നും ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ വീഡിയോ ഓഫ് ആക്കണ്ട, ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ടാമത്തെ കാറ്റഗറി പഠിക്കുന്നത് ലേബർ. ലേബർ എന്ന് പറയുന്നത് തൊഴിൽ. അപ്പൊ തൊഴിൽ എങ്ങനെയാ നമുക്ക് ഇതിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ വരുന്നത്? എന്ത് ചെയ്യുമ്പോൾ ആ തൊഴിൽ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നത്? ഇത് അൺമ്യൂട്ട്. യൂസിങ് മാൻ പവർ. യൂസിങ് മാൻ പവർ, അതാണ് അവിടുത്തെ നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു മാൻ പവറിനെയാ നമ്മളിവിടെ തൊഴിൽ, അല്ലെങ്കിൽ ലേബറേഴ്സ് യൂസ് ദെയർ മാൻ പവർ, അതിനെയാണ് നമ്മളിവിടെ ലേബർ എന്ന ആ തൊഴിൽ എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റത്തെ ലാൻഡിലുള്ള മേജർ ആയിട്ടുള്ള വേർഡ് എന്താ? കുറച്ചു മുമ്പ് പറഞ്ഞത് ഇത് അൺമ്യൂട്ട്. നാച്ചുറൽ റിസോഴ്സസ്. നാച്ചുറൽ റിസോഴ്സസ്. രണ്ടാമത്തേതിൽ എന്താ? യൂസിങ് മാൻ പവർ. യൂസിങ് മാൻ പവർ. അപ്പോ ഇതിൽ രണ്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 വാക്കുകളാണ് ഇത്രയും. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക.
അപ്പോൾ ഈ മാൻ പവർ ഇതിൽ നമ്മൾ കാണാൻ പറ്റി. നമുക്ക് ഈ ഒരു കോക്കനട്ട് ഫൈബർ ഉണ്ടാക്കുക, അതിന് ഡൈ സ്യൂട്ടബിളി കളർ ചേർക്കുക, ഈ മെഷീനറി പ്രോപ്പറായിട്ട് ഓപ്പറേറ്റ് ചെയ്യുക, ഫോർ പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ഇതെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, ഇതെല്ലാം. സോ നോക്കിയോ, ഇവിടെ നോക്കിയോ, പേജ് നമ്പർ 52 നോക്കിയോ. We can see that the physical, mental and intellectual skills of the workers are used here. അപ്പൊ നമുക്കിവിടെ അറിയാൻ പറ്റും, ഇത് ഫിസിക്കൽ, അവർക്ക് എന്തുവാ മാനസികമായിട്ടുള്ള ആ ഒരു സ്കില്ല് വേണം, അത് ചെയ്യാനുള്ള ആ ഒരു കരുത്ത്, ആ ഒരു ധൈര്യം, ഇതെല്ലാം മെന്റലി നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം. അടുത്ത് ഇത് ഫിസിക്കൽ എന്ന് പറയുമ്പോൾ നമുക്ക് പുറമെ ചെയ്യാൻ പറ്റുന്ന കായികപരമായും, അടുത്ത് മെന്റൽ അപ്പോ മാനസികപരമായും, അടുത്ത് ഇന്റലക്ച്വൽ സ്കിൽ എന്ന് പറയുമ്പോൾ അവർ ബുദ്ധിപരമായിട്ട്, ഇന്റലക്ച്വൽ മീൻസ് ബുദ്ധിപരമായിട്ടുള്ള സ്കിൽസ് ഇവിടെ ആര് യൂസ് ചെയ്യുന്നു? വർക്കേഴ്സ് യൂസ് ചെയ്യുന്നു. If the use of these skills to produce goods and services is rewarded, it is called labor. അതായത് യൂസ് ഓഫ് ദീസ് സ്കിൽസ്, ഈ സ്കില്ലുകളെ അവർ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഈസ് റിവാർഡഡ്. അപ്പോൾ ഇത്തരം അവരുടെ ഈ സ്കില്ലുകളെല്ലാം ഈ ഒരു ഗുഡ്സ് ആൻഡ് സർവീസസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു റിവാർഡഡ് ഈസ് റിവാർഡഡ്. അവർക്കപ്പോൾ പൈസ കിട്ടും, അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്ഷൻ കൂടി കഴിഞ്ഞാൽ കമ്പനി വളരും. ആ ഒരു ഇതിനെ പറയുന്ന, ആ ഒരു പ്രൊഡക്ഷനെ പറയുന്നതാണ് ലേബർ എന്ന്, തൊഴിൽ എന്ന് പറയുന്നത് അതിനെയാണ്. അപ്പോൾ അതിനെ അവർക്ക് പ്രോപ്പറായിട്ട് ഒരു റിവാർഡ് കിട്ടും. അപ്പോൾ അവരുടെ സ്കിൽസ് എല്ലാം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ടോട്ടലി നമുക്ക് ആ ഒരു ഗുഡ്സ് ആൻഡ് സർവീസസിന് പ്രോപ്പർ ഒരു മൂവ്മെന്റ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ലേബർ എന്ന് പറയുന്നത്. അപ്പൊ ലേബർ എന്താണെന്ന് മനസ്സിലായോ? അപ്പൊ ഇത് നിങ്ങൾക്ക് എക്സാമിന് എഴുതേണ്ടതാണ് കേട്ടോ. സിൻസ് family members engaged in household activities do not generate rewards, it is not regarded as labor. അതായത് ഫാമിലി മെമ്പേഴ്സ് നമ്മുടെ വീട്ടില് അവര് വീട്ടു ജോലികളൊക്കെ ചെയ്യുമ്പോൾ അതിനെ നമുക്ക് ലേബർ എന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം എന്താ? ബിക്കോസ് they do not generate rewards. എക്സാമ്പിൾ, നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്നു. അതിനവിടെ ആരെങ്കിലും പൈസ കൊടുക്കുന്നുണ്ടോ? തിരിച്ച് അവർക്ക് അവിടെ പൈസ കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നില്ല. അപ്പൊ അതിനെ നമുക്ക് ആ പൈസ തിരിച്ച് റിട്ടേൺ അവർക്ക്, അല്ലെങ്കിൽ റിവാർഡ്, അതായത് റിട്ടേൺ നമുക്ക് അവർക്ക് ഒന്നും കിട്ടുന്നില്ല എങ്കിൽ അതിനെ നമുക്ക് ലേബർ എന്ന് പറയാൻ പറ്റത്തില്ല. ലേബർ എന്ന് പറയുമ്പോൾ അതിനൊരു പ്രോപ്പർ റിട്ടേൺ കൂടെ കിട്ടണം. റിട്ടേൺ കിട്ടിയാൽ മാത്രമേ നമുക്ക് ലേബർ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇവിടെ എന്താ, ഇവിടെ ഫാമിലിയിൽ എന്താ പറ്റുന്നത്, അല്ലെങ്കിൽ വീട്ടിൽ എന്താ പറ്റുന്നത്? അവർക്ക് നമുക്ക് എല്ലാവർക്കും ഫുഡെല്ലാം വെച്ച് തരുന്നു, ഇതെല്ലാം ചെയ്യുന്നു, ജോലികളൊക്കെ ചെയ്യുന്നു. പക്ഷെ നമ്മളാരും അവർക്ക് ശമ്പളം കൊടുക്കുന്നില്ല. നമ്മൾ അമ്മയ്ക്ക് ശമ്പളം കൊടുക്കത്തില്ലല്ലോ. അപ്പോ ആ ഇതിനെ നമുക്ക് ലേബർ എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾക്ക് അടുത്തിന് ഞാൻ ക്വസ്റ്റ്യൻ ഇടുമ്പോൾ, അതായത് എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇങ്ങനെയായിരിക്കും ചോദിക്കുക. ഏതെങ്കിലും ഞാനൊരു എക്സാമ്പിൾ പറയും. എക്സാമ്പിൾ പറഞ്ഞതിന് ശേഷം ഇപ്പൊ ഇതിലിപ്പോ കയർ ഫാക്ടറി കൊടുത്തിട്ടുണ്ട്. അപ്പൊ പക്ഷെ അതുപോലെ ഞാൻ വേറെ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറയും, അല്ലെങ്കിൽ വീട്ടു ജോലിയുടെ ഒരു എക്സാമ്പിൾ പറയും. എന്നിട്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കും, അത് ചിലപ്പോൾ ലേബർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമോ, അല്ല എങ്കിൽ അത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ ആ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരിക കേട്ടോ. അല്ലാതെ വാട്ട് ഈസ് ലേബർ എന്നോ അല്ലെങ്കിൽ വാട്ട് ഈസ് ലാൻഡ് എന്നോ ഞാൻ ചോദിക്കത്തില്ല. പക്ഷെ ഇത് നിങ്ങൾ പ്രോപ്പറായിട്ട് വായിച്ച് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റത്തുള്ളൂ. ഞാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഫോറസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു എക്സാമ്പിൾ തരികയാണ്. അപ്പൊ അതിൽ നിങ്ങൾ എഴുതേണ്ടത് ലാൻഡിനെ കുറിച്ചായിരിക്കും. അപ്പൊ എന്തെഴുതും? ആ നാച്ചുറൽ റിസോഴ്സും ആ ഒരു കാര്യങ്ങൾ, ലാൻഡിനെ എങ്ങനെയൊക്കെ നമുക്ക് ഇതിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നു എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്ക് അവിടെ എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കണം കേട്ടോ. ഓക്കെ, അടുത്ത വേജ് ഈസ് റിവാർഡഡ് ഫോർ ലേബർ. അതായത് തൊഴിലാളികൾക്ക്, അപ്പൊ ആ തൊഴിലിന് നമുക്ക് എന്ത് കൊടുക്കുന്നു? അതിന് പ്രതിഫലം, അതായത് കൂലി. വേജ് എന്ന് പറയുമ്പോൾ ആ ഒരു കൂലി നമ്മൾ ഇത് കൊടുക്കുന്നു. അതിനെയാണ് അവർക്കുള്ള പ്രതിഫലം എന്ന് പറയുന്നത്. ദിസ് ഈസ് മോസ്റ്റ്ലി പെയ്ഡ് ഇൻ ക്യാഷ്. അപ്പോൾ ഇത് ജനറൽ ആയിട്ട് നമുക്ക് ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ ജോലിക്ക്, ഇപ്പൊ കൃഷിക്കൊക്കെ പുറത്തുനിന്ന് ആൾ വരികയാണെങ്കിൽ അവർക്ക് വൈകുന്നേരം പൈസ കൊടുക്കണ്ടേ, അല്ലെങ്കിൽ എന്ത് ജോലിക്ക് വന്നാലും പൈസ കൊടുക്കണ്ടേ. അപ്പൊ അത് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ പൈസ ആയിട്ട് കൊടുക്കണം. സംടൈംസ് ഇൻസ്റ്റെഡ് ഓഫ് ക്യാഷ് ഗുഡ്സ് ആർ ഗിവൺ ആസ് റിവാർഡ്സ്.
ചില സമയങ്ങളിൽ നമ്മൾ ക്യാഷിന് പകരം നമ്മൾ ഗുഡ്സ് എന്തെങ്കിലും സാധനങ്ങളും കൊടുക്കാറുണ്ട്. അതിപ്പോ നമ്മള് ജസ്റ്റ് വീട്ടിൽ തേങ്ങ ഇടാൻ വരുന്നവരെ ശ്രദ്ധിച്ചാൽ അറിയാം, അവർക്ക് കൂലിയും കൊടുക്കണം, പക്ഷെ അതിനോടൊപ്പം അവർ 2 തേങ്ങ എടുത്തോളൂ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ലല്ലേ? ഓക്കെ. അപ്പൊ ഇനി ശ്രദ്ധിച്ചാൽ മതി, വീട്ടിൽ തെങ്ങുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ ഇത് തേങ്ങ അടക്കാനായിട്ട് ആള് വരികയാണെങ്കിൽ അത് ശ്രദ്ധിച്ചാൽ മതി. അവര് പോകുമ്പോൾ 2 തേങ്ങയും കൂടെ എടുത്തോണ്ട്, അപ്പൊ ഗുഡ്സും അവരെടുക്കും, അവർക്ക് കൂലിയും ഉണ്ട്. അവർക്ക് പൈസയും കൊടുക്കണം, കൂലിയുണ്ട്. പക്ഷെ ചിലടത്താണെങ്കിലോ, ചിലർക്കാണെങ്കിൽ ചിലപ്പോ ഗുഡ്സ്, ചിലപ്പോ എന്തെങ്കിലും അതിനുള്ള സാധനങ്ങളായിരിക്കും അവർക്ക് ഇതായിട്ട് കൊടുക്കുക, ക്യാഷിന് പകരമായിട്ട്. ഫോർ എക്സാമ്പിൾ, ഒക്കേഷണലി കോക്കനട്ട്, ഞാനിവിടെ പറഞ്ഞ ഇത് എക്സാമ്പിൾ ഇവിടെ തന്നെ ഉണ്ട്, ഞാനത് നോക്കാതെ പറഞ്ഞു, പക്ഷെ ഇവിടെ തന്നെ ഉണ്ട്. കോക്കനട്ട്സ് ആർ ഗിവൺ ആസ് റിവാർഡ് ഫോർ പ്ലക്കിംഗ് ദം. അതായത് തേങ്ങ ഇടാൻ വരുന്നവര് അവർക്ക് തേങ്ങയും റിവാർഡായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് മുഴുവൻ തേങ്ങ കൊടുക്കും, കുറെ തേങ്ങ കൊടുക്കും, പൈസ കൊടുക്കത്തില്ല. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇതിൽ ഉണ്ട്. അതായത് ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഇത് ക്യാഷിന് പകരം കൊടുക്കുകയായിരിക്കും. അപ്പോൾ അതിനെയും നമ്മൾ ലേബർ എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ പെടുത്താൻ പറ്റും. പക്ഷെ നമ്മൾ പറഞ്ഞു, ഫാമിലിയിലുള്ളവർ നമുക്ക് വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ അതില് നമ്മൾ പൈസ കൊടുക്കാത്തതിനെ നമുക്ക് ലേബർ എന്ന് പറയാൻ പറ്റത്തില്ല, തൊഴിലെന്ന് പറയാൻ പറ്റത്തില്ല, അവർ ലേബറർ എന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇതേപോലെ നമ്മൾ പുറത്തുനിന്ന് ഒരാൾ വന്ന് അല്ലെങ്കിൽ ക്യാഷ് നമ്മൾ റിട്ടേൺ കൊടുക്കുകയോ അല്ല എങ്കിൽ നമ്മൾ ഇതേപോലെ ഗുഡ്സോ നമ്മൾ റിട്ടേൺ കൊടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ലേബർ എന്ന് പറയാൻ പറ്റും. മനസ്സിലായോ? ഓക്കെ. മാൻ പവർ ഈസ് യൂസ്ഡ് ഫോർ എനി ലാബർ. അപ്പോൾ മാൻ പവർ എന്ന് പറയുന്നത് എല്ലാ ജോലിക്കും ആവശ്യമായ ഘടകമാണ്. മാൻ പവർ വേസ്റ്റഡ് ടുഡേ വിൽ ബി ലോസ്റ്റ്. അപ്പോ ആരോഗ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു മാൻ പവർ എന്ന് പറയുന്നത് എന്താ? അപ്പോ ആ ഒരു മാൻ പവർ യൂസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് നഷ്ടമായി പോകും. ദാറ്റ് മീൻസ് ഇപ്പൊ ഇന്ന് ചെയ്യേണ്ട ആ ഒരു മാൻ പവർ, അവരിപ്പോ ഫോർ എക്സാമ്പിൾ നമുക്ക് ജിമ്മിൽ പോകുന്നവരെ നോക്കിയാൽ മതി. ജിമ്മിൽ പോയി വർക്കൗട്ട് ഒക്കെ ചെയ്തിട്ട് അവർക്ക് നല്ല ബോഡിയും അവർ പ്രോപ്പർ ഫിറ്റും ഒക്കെ ആയിരിക്കും. പക്ഷെ കുറച്ചു ദിവസം എക്സസൈസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാല് അവർ ബോഡി ടോട്ടലി വീക്കാവും, അവർക്ക് ഉള്ള ആരോഗ്യം എല്ലാം നഷ്ടപ്പെടും. അതുപോലെ തന്നെയാണ് താല്പര്യം കുറയും. താല്പര്യം കുറയുന്നത് മാത്രമല്ല, പക്ഷെ ആ ഒരു ഇതെന്ത് പറയുന്നത്, അവരുടെ ആ ഒരു ബോഡി പവർ അവർക്ക് കുറയും. അപ്പോ അതായത് ഇപ്പൊ ജോലിക്കാരെ നോക്കിയാൽ അറിയാം, അവരെന്ന് പറയുന്നത് അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യാനായിട്ട് അവർ താല്പര്യപ്പെടും. കാരണം അവർ കണ്ടിന്യൂസ് ആയിട്ട് അവരിങ്ങനെ ജോലി ചെയ്യുമ്പോൾ അവർക്ക് ആ ഒരു പവറ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കുറച്ചു ദിവസം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, ഇന്നിപ്പോ ജോലി ഇല്ല, നാളെ ഇപ്പൊ ജോലി ഇല്ല, അങ്ങനെ കുറച്ചു ദിവസം കഴിയുമ്പോൾ അവർക്ക് ടോട്ടലി ബോഡി പവറും എല്ലാം നഷ്ടപ്പെടും. അപ്പൊ ഇന്ന് ചെയ്യേണ്ട ജോലി ചെയ്തില്ല എങ്കിൽ അപ്പൊ ആ ഒരു മാൻ പവർ അവര് ഇത് ചെയ്തില്ല, ഒരു എക്സർസൈസ് പോലെയാ, ഒരു കണ്ടിന്യൂസ് പ്രാക്ടീസ് പോലെയാ. അപ്പോ ആ ഒരു ഇത് ചെയ്തില്ല എങ്കിൽ അവർക്കത് നഷ്ടമാകും, മാൻ പവർ നഷ്ടമാകും. ഇറ്റ് കനോട്ട് ബി സേവ്ഡ് ഫോർ ടുമോറോ. അതായത് ഇന്ന് അവർ ചെയ്തില്ല എങ്കിൽ നാളത്തേക്ക് അവർക്കത് സേവ് ചെയ്യാൻ പറ്റത്തില്ല. The manpower of laborers can be enhanced through education or training. അപ്പൊ ഈ മാൻ പവർ, അപ്പൊ ലേബേഴ്സിനുള്ള ആ ഒരു മാൻ പവർ അവർക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും? അവർക്ക് പ്രോപ്പറായിട്ട് എഡ്യൂക്കേഷനിലൂടെയും, അതായത് പഠനത്തിലൂടെയും, അത് കഴിഞ്ഞ് ട്രെയിനിങ്, അവർക്ക് ഓരോന്ന് ചെയ്യാനുള്ള ട്രെയിനിങ്. ഇപ്പൊ നമുക്ക് ഗവൺമെന്റിന്റെ സ്കീമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇപ്പൊ സ്ത്രീകൾക്ക് തെങ്ങ് കയറ്റത്തിന് വേണ്ടിയിട്ട് അവർക്ക് മെഷീനറി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിനുള്ള ട്രെയിനിങ് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ മാൻ പവറിനുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം ഗവൺമെന്റ് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോ അത് തന്നെയാണ് ഒരു മാൻ പവർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലേബർ എന്ന് പറയുന്നത്. അപ്പൊ 2 ഫാക്ടേഴ്സ് നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞു. ഇത്രയും മനസ്സിലായോ? ഓക്കെ, അടുത്തതിലേക്ക് പോവാം. അടുത്ത് നമ്മൾ നോക്കേണ്ടത് ക്യാപിറ്റൽ. ഓക്കെ, capital is essential for the production of a product and for providing the basic facilities for the same. അപ്പൊ ക്യാപിറ്റൽ എന്ന് പറയുന്ന മൂലധനം.
ഇപ്പൊ നമ്മൾ എന്ത് ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പായാലും നമുക്ക് ബേസിക് ആയിട്ട് നമ്മുടെ കയ്യിൽ ചിലപ്പോൾ പൈസ ആയിരിക്കാം, അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള അത് നടത്താനുള്ള ഒരു കാര്യം നമ്മുടെ കയ്യിൽ വേണം. അതിനെയാണ് ആ ഒരു മൂലധനം, ക്യാപിറ്റൽ എന്ന് പറയുന്നത്. മോസ്റ്റ്ലി നമ്മുടെ കയ്യിൽ പൈസ വേണം എന്ന് പറയുന്നത് തുല്യം. ഇപ്പൊ ഒരു ബിസിനസ് തുടങ്ങുന്നു എന്ന് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കട തുടങ്ങുന്നു. അപ്പൊ അതിനായാലും നിങ്ങൾക്ക് സാധനം എടുക്കണമെങ്കിൽ പൈസ വേണോ, അല്ലെങ്കിൽ റെന്റ് കൊടുക്കാൻ, എല്ലാത്തിനും കൂടെ നമുക്ക് പൈസ വേണോ കയ്യിൽ? വേണം. അപ്പൊ അതിനെ തന്നെയാണ് നമുക്കിവിടെ ക്യാപിറ്റൽ അല്ലെങ്കിൽ മൂലധനം എന്ന് പറയുന്നത്. അപ്പോ ക്യാപിറ്റൽ ഈസ് എസെൻഷ്യൽ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് എ പ്രൊഡക്റ്റ് ആൻഡ് ഫോർ പ്രൊവൈഡിങ് ദ ബേസിക് ഫെസിലിറ്റീസ് ഫോർ ദ സെയിം. അപ്പോ ഒരു ഉൽപ്പന്നം, അതായത് ഒരു പ്രൊഡക്റ്റ്, അതിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ, ആ ബേസിക് ഫെസിലിറ്റീസ്, അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാണ് ഈ മൂലധനം അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സാധനം എടുക്കാനും ഇത് നിങ്ങൾക്ക് അടുത്ത് ഇപ്പൊ ഒരു കട തുടങ്ങുകയാണെങ്കിൽ അതിന് റെന്റ് കൊടുക്കാനും, ആ കടയൊന്ന് സെറ്റപ്പ് ചെയ്തെടുക്കാനും, അടുത്ത സാധനങ്ങൾ എടുത്ത് വെക്കാനും, അടുത്ത പരസ്യം കൊടുക്കാനും, എല്ലാത്തിനുമായിട്ട് ആ ഒരു കടയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വരുന്നോ അതിനെല്ലാം ആവശ്യമായ ഒരു എസെൻഷ്യൽ ബേസിക് ഫെസിലിറ്റിയാണ് ക്യാപിറ്റൽ അല്ലെങ്കിൽ മൂലധനം എന്ന് പറയുന്നത്. It is necessary for establishing a factory, buying equipments, paying wages to laborers, buying raw materials for production and like. അത് ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് ഇതിപ്പോ നമുക്കിപ്പോ ഒരു ഫാക്ടറി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫാക്ടറി ചെയ്യുന്നത് നടത്താൻ വേണ്ടിയിട്ട് ആ ഒരു ഫാക്ടറി അവിടെ സ്ഥാപിക്കാൻ, ബൈയിങ് എക്യുപ്മെന്റ്സ്, നമുക്ക് മെഷീനറി ആവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതെല്ലാം വാങ്ങിക്കാൻ, പിന്നെ പേയിങ് വേജസ്, ആ ലേബറേഴ്സ്, തൊഴിലാളികൾക്ക് വേജസ് കൊടുക്കാനായിട്ട്, കൂലി കൊടുക്കാൻ, ബൈയിങ് റോ മെറ്റീരിയൽസ്, ഇവിടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു റോ മെറ്റീരിയൽസ്, ആ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ. എന്തിനാണ്? ഫോർ പ്രൊഡക്ഷൻ ആൻഡ് ദ ലൈക്ക്. അപ്പൊ പ്രൊഡക്ഷന് വേണ്ടിയിട്ടും അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ടും ഉള്ള ആ ഒരു ക്യാപിറ്റൽ, ഒരു എസെൻഷ്യൽ ഫാക്ടറാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോ അതെല്ലാം വാങ്ങിക്കാനായിട്ട് ചെയ്യേണ്ട അപ്പൊ ഇവിടുത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോ ആ ഒരു എസെൻഷ്യൽ, അതായത് ക്യാപിറ്റൽ ഈസ് എസെൻഷ്യൽ ഫോർ പ്രൊഡക്ഷൻ ഓഫ് എ പ്രൊഡക്റ്റ് ആൻഡ് ഫോർ പ്രൊവൈഡിങ് ബേസിക് ഫെസിലിറ്റീസ്. അപ്പോൾ ആ ഒരു പ്രൊഡക്ഷൻ ഓഫ് പ്രൊഡക്റ്റിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉള്ള ഒരു ബേസിക് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ മേജർ പോയിന്റ് എന്ന് പറയുന്നത് അതാണ്. എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? ഒരു ഫാക്ടറി, എസ്റ്റാബ്ലിഷിംഗ് ഫാക്ടറി, ബൈയിങ് എക്യുപ്മെന്റ്സ്, പേയിങ് വേജസ് ടു ലേബേഴ്സ്. അപ്പൊ ഇതെല്ലാം എന്ന് പറയുന്നത് ഇതിൽ കൂടെ വരുന്ന കാര്യങ്ങൾ ആണ്. ഇതെല്ലാം വേണ്ടുന്ന ഒരു ബേസിക് ഫെസിലിറ്റി ആണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. Tangible and visible man-made things used for production are called capital. അതായത് ടാൻജിബിൾ ആൻഡ് വിസിബിൾ, അതായത് കാണാൻ പറ്റുന്നതും, ടാൻജിബിൾ എന്ന് പറയുന്നത് നമുക്ക് തൊട്ട് നോക്കാൻ സ്പർശിക്കാൻ പറ്റുന്നതും, ആൻഡ് വിസിബിൾ കാണാൻ പറ്റുന്നതുമായ മാൻമെയ്ഡ് തിങ്സ്. അപ്പോൾ ഇത് ആളുകളുടെ ആ ഒരു എന്തെങ്കിലും ചെയ്യുന്നു, മനുഷ്യർ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനമായിരിക്കും ഫോർ പ്രൊവൈഡിങ് ദ ബേസിക് ഫെസിലിറ്റീസ് ഫോർ ദ യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ ആർ കോൾഡ് ക്യാപിറ്റൽ. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു ബേസിക് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമുക്ക് കാണാനും തൊട്ട് നോക്കാനും സ്പർശിക്കാനും എല്ലാം പറ്റുന്ന മാൻമെയ്ഡ് തിങ്സ്, അപ്പൊ മനുഷ്യരുണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളാണ് നമുക്ക് ഇവിടെ മൂലധനം അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് അറിയപ്പെടുന്നത്. ഇപ്പൊ നമുക്ക് ക്യാഷ് നോക്കിക്കഴിഞ്ഞാൽ ക്യാഷ് നമുക്ക് തൊട്ട് നോക്കാൻ പറ്റും, ഇത് കാണാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നു, അതിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതെല്ലാം കാണാൻ പറ്റും, അതെല്ലാം ഇത് സ്പർശിക്കാൻ പറ്റും, അതെല്ലാം ചെയ്യാം. അപ്പൊ അതിനെയാണ് നമ്മളിവിടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളവിടെ നാച്ചുറൽ റിസോഴ്സസ് അല്ലെങ്കിൽ ഇത് അതുപോലെ പഠിച്ചതുപോലെ ഇവിടെ നമുക്ക് ഒരു മേജർ ആയിട്ടുള്ള കാര്യമാണ് ടാൻജിബിൾ ആൻഡ് വിസിബിൾ മാൻമെയ്ഡ് തിങ്സ് ആർ ഫോർ പ്രൊഡക്ഷൻ യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ ആർ കോൾഡ് ക്യാപിറ്റൽ. അപ്പൊ ടാൻജിബിൾ ആൻഡ് വിസിബിൾ മാൻമെയ്ഡ് തിങ്സ്, അതാണ് ഇവിടുത്തെ ആ ഒരു കീവേഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ പഠിച്ചു, ലാൻഡിൽ പഠിച്ചു നാച്ചുറൽ റിസോഴ്സസ്, ലേബറിൽ നമ്മൾ പഠിച്ചു മാൻ പവർ. അപ്പോൾ അടുത്ത ക്യാപിറ്റലിൽ പഠിക്കുന്ന ടാൻജിബിൾ ആൻഡ് വിസിബിൾ മാൻമെയ്ഡ് തിങ്സ്. കേട്ടോ? ഓക്കെ, റൈറ്റ്.
അപ്പൊ അത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇത്തരം വാക്കുകൾ അവിടെ പ്രോപ്പറായിട്ട് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ല എങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തില്ല കേട്ടോ. ഓക്കെ. Computers, vehicles, and machines which can be used in the production are also considered as capital. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ, ഇപ്പൊ നമ്മളൊരു നമ്മളൊരു ഫാക്ടറിക്ക് ആണെങ്കിൽ അവിടത്തേക്ക് ആവശ്യമുള്ള കമ്പ്യൂട്ടർ, വെഹിക്കിൾ വാഹനങ്ങള്, മെഷീൻസ് നമ്മുടെ ആ ഒരു യന്ത്രങ്ങള്, ഇതെല്ലാം നമ്മുടെ ഒരു പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെയും നമുക്ക് ക്യാപിറ്റൽ എന്ന് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോ not only money, not only cash, we can consider computer, vehicles, machines and etc. അപ്പൊ അതുപോലുള്ള കുറെ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതിനെല്ലാം നമുക്ക് ആ ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഒരു ക്യാപിറ്റൽ ആയിട്ട് നമ്മൾ അവിടെ വെക്കുകയാണെങ്കിൽ അതിനെല്ലാം നമുക്ക് ക്യാപിറ്റൽ എന്ന് പറയാൻ പറ്റും. ആ ഒരു ബേസിക് ആയിട്ട് എന്ത് വയ്ക്കോ അതിനെയല്ല. മനസ്സിലായല്ലോ? ഡൗട്ട് ഉണ്ടോ? അപ്പോ ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കിയേ, വാട്ട് ഈസ് നോളജ് ക്യാപിറ്റൽ? ടുഡേ ഈ ഒരു കോളത്തിൽ കിടക്കുന്നതാണ്. ടുഡേ വി ലീവ് ഇൻ എ നോളജ് സൊസൈറ്റി. ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് നോളജ് പ്ലേ എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ പ്രൊഡക്ഷൻ. The effort to acquire knowledge capital is now prevalent in the world. അതായത് ഇതെന്ന് പറയുന്നത് നോളജ് ക്യാപിറ്റൽ. നോളജ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ജീവിക്കുന്നത് ഒരു IT വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ എവിടെ നോക്കിയാലും ഇപ്പൊ ഓൺലൈനായിട്ട് നോക്കിയാലും ഫുൾ കമ്പ്യൂട്ടർ സിസ്റ്റം, നെറ്റ്വർക്ക്, ഇതെല്ലാം എന്ന് പറയുന്നത് IT ആണ്. അപ്പോ ആ ഒരു കമ്പ്യൂട്ടർ വേൾഡില് അല്ലെങ്കിൽ അത്രയും പറയുന്ന ഒരു നാനോ ടെക്നോളജിയിൽ നമ്മളിവിടെ ജീവിക്കുമ്പോൾ, നാനോ ടെക്നോളജി എന്ന് പറയുമ്പോൾ ഏറ്റവും ഇപ്പോ നമ്മളെ ചിപ്പ്, ഇപ്പോ എന്താ പറയുന്നത്, ഓക്കെ, മുമ്പൊക്കെ ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മുടെ മുമ്പത്തെ കമ്പ്യൂട്ടർ ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള എക്സാമ്പിൾ ഈ നമ്മുടെ ഈ സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമുക്ക് സിസ്റ്റത്തിൽ CPU ഉണ്ട്, അടുത്ത് മൗസ് ഉണ്ട്, ഇതേപോലെയുള്ള എല്ലാ കാര്യം കീബോർഡ് ഉണ്ട്, ഇതെല്ലാം കൂടെ ചേർത്ത് പിന്നെ അതിന്റെ കൂടെ ഒരു മോണിറ്റർ കൂടെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം പല പല സാധനങ്ങൾ മൂന്ന് നാല് സാധനങ്ങൾ ഒരുമിച്ച് ചേർന്ന് നമുക്ക് തന്നെ സിസ്റ്റം എന്ന് പറയാൻ പറ്റും. പക്ഷെ അതിന്റെ ആ ഒരു നാനോ ടെക്നോളജി വന്നപ്പോ അല്ലെങ്കിൽ അതിനെ ഒരു മിനിയേച്ചർ എന്ന് പറയാൻ പറ്റുമ്പോൾ അത് വന്ന സാധനമാണ് ലാപ്ടോപ്പ്. ലാപ്ടോപ്പില് CPU ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്, കീബോർഡ് ഇതിനകത്ത് തന്നെ അടങ്ങിയിട്ടുണ്ട്, മോണിറ്റർ ഇതിനകത്ത് തന്നെ അടങ്ങിയിട്ടുണ്ട്, മൗസ് ഇതിനകത്ത് തന്നെ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ നമ്മുടെ ടോട്ടൽ നമ്മുടെ അതാണ് നാനോ ടെക്നോളജി എന്ന് പറയുന്നത്, ഏറ്റവും ചെറുതാക്കി കൊണ്ടുവരുന്നത്. അപ്പൊ അത്തരത്തില് ആ ഒരു നോളജ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ IT ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ നോളജിനെ ഇൻക്രീസ് ചെയ്യിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് റോൾ വഹിക്കുന്ന ഒന്നാണ് ഈ ഒരു നോളജ് ക്യാപിറ്റൽ. അപ്പോൾ അത് നമുക്ക് എഡ്യൂക്കേഷൻ ആവാം, എഡ്യൂക്കേഷനിലൂടെയും അല്ലെങ്കിൽ നമ്മുടെ ഒരു നോളജ് ക്യാപിറ്റൽ ഈസ് നൗ പ്രിവലന്റ് ഇൻ ദ വേൾഡ്. ഓക്കെ, ആ ഒരു എഫർട്ട് നമ്മൾ പഠിക്കാനുള്ള ഒരു എഫർട്ട് ആവാം. അപ്പൊ അതുപോലുള്ള എഫേർട്സും ആ ഒരു നോളജ്, ആ ഒരു എഡ്യൂക്കേഷൻ, ഇതെല്ലാം കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് നോളജ് ക്യാപിറ്റൽ. അല്ല എങ്കിൽ ആ ഒരു നോളജ് ഒന്ന് ചെയ്യാനുള്ള ആ ഒരു നോളജ് കിട്ടുന്നത് അങ്ങനെ. മനസ്സിലായോ? ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ ഹെൽപ്സ് ദ അതർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പൊ ഇതിന്റെ ഫീച്ചേഴ്സ് ആണ്. ഇപ്പൊ ക്യാപിറ്റൽ ആണ് ഇപ്പൊ ബാക്കിയുള്ള എല്ലാത്തിനെയും ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പോ ലാൻഡ് വേണോന്ന് വെക്കുക, ലാൻഡിൽ നമുക്ക് സോയിൽ വേണോന്ന് വെക്കുക, നമ്മൾ പൈസ കൊടുക്കണ്ടേ? പൈസ കൊടുത്തല്ലേ വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോ അതിന് നമുക്ക് ക്യാപിറ്റൽ ആവശ്യമാണ്, അല്ലെ പൈസ നമുക്ക് ആവശ്യം ആണ്. അടുത്ത് ലേബർ നോക്കുകയാണെങ്കിൽ അതിനും നമുക്ക് ക്യാപിറ്റൽ വേണ്ട. അവർക്ക് ജോലിക്കാർക്ക് പൈസ കൊടുക്കണം, അല്ലെങ്കിൽ അവരോട് ചെയ്യിക്കണമെങ്കിൽ അവർക്ക് പൈസ കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും റിട്ടേൺ ആയിട്ട് അല്ലെങ്കിൽ റിവാർഡ് ആയിട്ട് എന്തെങ്കിലും കൊടുത്താലേ അതിനെ നമുക്ക് ലേബേഴ്സിന് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോ അതിനെല്ലാം ക്യാപിറ്റൽ ഹെൽപ്സ് ദ അതർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ അതിനെ ബാക്കിയുള്ളതിനെല്ലാം ഇപ്പൊ അടുത്ത് നമ്മൾ ഓർഗനൈസേഷൻ പഠിക്കുമ്പോൾ ഓർഗനൈസേഷനെയും ഹെൽപ്പ് ചെയ്യുന്നത് ക്യാപിറ്റൽ തന്നെയാണ്. ക്യാപിറ്റൽ ഉണ്ടെങ്കിലേ ബാക്കിയുള്ള എന്തും നമുക്ക് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ അക്വയർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ക്യാപിറ്റൽ എൻഹാൻസസ് ദ പ്രൊഡക്ഷൻ സ്കിൽസ് ഓഫ് ദ ലേബർ.
ലേബറേഴ്സ്. അതായത് അപ്പോ ഈ ക്യാപിറ്റൽ ഉണ്ടെങ്കിലേ ആ ഒരു ഇത് ലേബറേഴ്സിന്റെ പ്രൊഡക്ഷൻ സ്കിൽസ്, അല്ലെ അവർക്ക് ട്രെയിനിങ് കൊടുക്കണം, അല്ലെങ്കിൽ അവരെ കൊണ്ടുവരണം, അവർക്ക് നല്ല ശമ്പളം കൊടുത്താലേ നല്ല ജോലിക്കാരെ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ അത്യാവശ്യമാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ആ 4.6 ആ ഒരു ജസ്റ്റ് ആ ഒരു ഇമേജ് നോക്കിയേ. അതിലിപ്പോ ഒരു കുറെ മെഷീൻസ് ഉണ്ട്, ആൾക്കാരുണ്ട്, ഒരു സ്ഥലമുണ്ട്, ചിലപ്പോൾ ലൈറ്റ് കാണും, അതിന് മുകളിൽ റൂഫ് ഉണ്ട്. ഇതെല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? എന്താ വേണ്ടത്? അൺമ്യൂട്ടി. ക്യാപിറ്റൽ. ഓക്കെ, ഇതെല്ലാത്തിനും വേണ്ടിയിട്ട് ക്യാപിറ്റൽ വേണം. അപ്പോൾ ക്യാപിറ്റൽ ആണ് ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടർ ക്യാപിറ്റൽ ആണ്. ക്യാപിറ്റൽ ഹാസ് മൊബിലിറ്റി. അപ്പോൾ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഇത് ഒരു മൊബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് മൂവബിൾ ആണ്. അതായത് നമുക്ക് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇത് പല സ്ഥലത്തും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. നോട്ട് ഓൺലി ഇൻ വൺ തിങ്, വി ക്യാൻ ഇൻവെസ്റ്റ് ഓൺ എവറിത്തിങ്. സോ ദാറ്റ്സ് കോൾഡ് ക്യാപിറ്റൽ. അപ്പോൾ ആ ക്യാപിറ്റൽ നമുക്ക് എല്ലാത്തിന്റെ ഫാക്ടറിലും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ആണ്. ലൈക്ക് അതർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, capital also get reward. Interest is the reward for capital. അപ്പോ എല്ലാ ഉൽപാദനങ്ങളിലും നമുക്ക് ആ ഒരു ക്യാപിറ്റലിനും നമുക്ക് പ്രതിഫലം കിട്ടും. അതായത് നമുക്ക് അതിനൊരു റിവാർഡ് കിട്ടും. അപ്പോ എന്താണ് ആ ഒരു ക്യാപിറ്റലിന്റെ റിവാർഡ് എന്ന് പറയുന്നത്? ഇൻട്രസ്റ്റ് ആണ്, പലിശ. അപ്പൊ ആ ഒരു പലിശ ഇപ്പൊ നമ്മൾ ഒരു എക്കണോമിക്സ് ബേസ്ഡ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളിപ്പോ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോ ലോൺ എടുക്കുന്നു. അപ്പൊ അതൊരു ക്യാപിറ്റൽ എമൗണ്ട് ആണ്. അപ്പോ ബാങ്കിൽ നിന്നാണ് നമ്മൾ ലോൺ എടുക്കുന്നത്. അപ്പോൾ പക്ഷെ ആ ഒരു ക്യാപിറ്റൽ നമുക്ക് തരുന്നതിനോടൊപ്പം അല്ലെങ്കിൽ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നതിനോടൊപ്പം ഇത് ബാങ്കിന് എന്ത് കിട്ടും? അവര് നമുക്ക് പൈസ തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തുകൂടെ തിരിച്ചടക്കേണ്ടി വരും? പൈസ അടയ്ക്കണം. പൈസ നമ്മൾ എന്തുകൂടെ ചേർത്താ നമ്മൾ പൈസ അടയ്ക്കേണ്ടത്? ഇൻട്രസ്റ്റ് കൂടെ ചേർത്ത് അടയ്ക്കണ്ടേ? നമ്മൾ പലിശ കൂടെ അടയ്ക്കണ്ടേ? അപ്പൊ അതാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരു ക്യാപിറ്റൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടുമ്പോ അതിന് നമ്മൾ ആ ഒരു ക്യാപിറ്റലിന്റെ റീപേയ്മെന്റ് എന്ന് പറയുമ്പോൾ അത് ഇൻട്രസ്റ്റും കൂടെ ചേർന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ ഒരാൾക്ക് പൈസ നമ്മൾ പലിശയ്ക്ക് കൊടുത്താൽ നമുക്ക് തിരിച്ചു തരുമ്പോ അതിന്റെ പലിശയും കൂടെ ചേർത്തായിരിക്കും നമുക്ക് തരിക. അപ്പൊ ആ ഒരു ക്യാപിറ്റലിന്റെ ആ ഒരു റിവാർഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻട്രസ്റ്റ് ആയിരിക്കും. അതിന്റെ ഒരു റിവാർഡ് എന്ന് പറയുന്നത് നമുക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും. അതായത് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ പലിശ. മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ. അപ്പോ ഇന്നത്തേക്ക് ഇത്രയും മതിയോ, അതോ ബാക്കിയോടെ പഠിപ്പിക്കണോ? അൺമ്യൂട്ട് ചെയ്യാതിരുന്ന എനിക്കൊന്നും കേൾക്കാൻ പറ്റത്തില്ല കേട്ടോ. ഓർഗനൈസേഷൻ കൂടെ പഠിക്കണോ? എടാ, അതായത് ആ ഓർഗനൈസേഷനും അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ടും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ തീർന്നു. അത്രേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്തായാലും കൂടുതൽ പഠിപ്പിച്ചോളം ആക്കുന്നില്ല. എന്തായാലും നമുക്ക് ഇന്ന് ഇതുവരെ പഠിച്ചാൽ മതി കേട്ടോ.